പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും ഭൂമിയും ആകാശവും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പർവ്വതങ്ങളും വൃക്ഷങ്ങളും പടച്ചവനെ ഇഴജന്തുക്കളും എല്ലാം അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് പടച്ച റബ്ബിനെ ഇബാദത്തുകൾ ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. ഈ കാണുന്ന ഭൂമിയുണ്ടല്ലോ, ആകാശമുണ്ടല്ലോ, സൂര്യനുണ്ടല്ലോ, ചന്ദ്രനുണ്ടല്ലോ, നക്ഷത്രങ്ങളുണ്ടല്ലോ, പടച്ചവനെ നാൽക്കാലികളുണ്ടല്ലോ, വൃക്ഷങ്ങളുണ്ടല്ലോ, ഇഴജന്തുക്കളുണ്ടല്ലോ, ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും അല്ലാഹുവിനെ സുജൂദ് ചെയ്തുകൊണ്ട് പടച്ച റബ്ബിനെ വഴിപ്പെട്ടാണ് ജീവിക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറയുകയാ വകസീറും മിനന്നാസ്, ജനങ്ങളിലധികം പേര് പടച്ചവനെ അവരും അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് പടച്ച റബ്ബിനെ സുജൂദ് ചെയ്തുകൊണ്ട് ഇബാദത്ത് ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നതെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ സുജൂദ് ചെയ്യാത്ത എന്താണ് ഈ ദുനിയാവിലുള്ളത്? എല്ലാം അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നുണ്ടല്ലോ. മഹാനായ അബൂ ദർ റളിയല്ലാഹു തആല അൻഹു ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅബീ ദർ ഹീന അറബത് الشمس തദ്രി അയ്ന തദ്ഹബു ഖുൽതു അല്ലാഹു വറസൂലുഹു അലം. സഹീഹ് അൽ-ബുഖാരിയിലെ ഹദീസാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അബൂ ദർ റളിയല്ലാഹു തആല അൻഹുവിനോട് സൂര്യനിങ്ങനെ അസ്തമിക്കുകയാണ്, സൂര്യനിങ്ങനെ അസ്തമിക്കുകയാണ്. ആ അസ്തമിക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്ന അബൂ ദറേ, ഈ സൂര്യൻ എവിടെയാണ് പോകുന്നതെന്ന് നിനക്കറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെ നിന്ന് ചോദിക്കുമ്പോ അബൂ ദർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹു വറസൂലുഹു അലം. നബിയേ, എനിക്കറിയില്ല നബിയേ. അവിടെ നിന്ന് പറഞ്ഞു തന്നാലും അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, പടച്ചവനെ സൂര്യൻ അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നുണ്ട്. ഈ ലോകത്തിന്റെ അധിപനായ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബിന് ഈ കാണുന്ന സൂര്യൻ അവിടെ നിന്ന് സുജൂദ് ചെയ്യുന്നുണ്ട്. അല്ലാഹുവിനെ സുജൂദ് ചെയ്യും തിരിച്ചു വരുമെന്ന് നബി തങ്ങൾ അവിടെ നിന്ന് പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ള സർവ്വചരാചരങ്ങളും അല്ലാഹുവിനെ സുജൂദ് ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർദ് തൗഅൻ വ കർഹൻ വ ദിലാലുഹും ബിൽ ഉദൂഇ വൽ അസാ. പരിശുദ്ധമായ ഖുർആൻ ഇതിനെക്കുറിച്ച് പെടുന്ന പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങൾ സൂര്യൻ മാത്രമല്ല, നക്ഷത്രങ്ങൾ സുജൂദ് ചെയ്യുന്നുണ്ട്, വൃക്ഷങ്ങൾ സുജൂദ് ചെയ്യുന്നുണ്ട്. വന്നജ്മു വശജറു യസ്ജുദാൻ, പടച്ചവനെ വൃക്ഷങ്ങളും അതുപോലെ തന്നെ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളും അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, ലോകത്തുള്ള സർവ്വചരാചരങ്ങളും എന്തിനാ മലക്കുകൾ പോലും അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയാണല്ലോ മലക്കുകൾ. ആ മലക്കുകൾ പോലും അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ ഇവിടെ നിന്ന് പരിചയപ്പെടുത്തുകയാ. ഇന്നല്ലദീന ഇൻദ റബ്ബിക ലാ യസ്തക്ബിറൂന അൻ ഇബാദതി വയുസബ്ബിഹൂന വലഹു യസ്ജുദൂൻ. അല്ലാഹുവിന്റെ മലക്കുകൾ പോലും പടച്ച റബ്ബിനെ ഇവിടെ നിന്ന് സുജൂദ് ചെയ്യുകയാ. എല്ലാവരും അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നുണ്ട്. പടച്ച റബ്ബിനെ സുജൂദ് ചെയ്യാത്ത ഒരു ചരാചരവും ഈ ഭൂമിയിലില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമ്മളോട് പറയുകയാണ്, എല്ലാവരും അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നുണ്ട്. മലക്കുകൾ സുജൂദ് ചെയ്യുന്നുണ്ട്, വൃക്ഷങ്ങൾ സുജൂദ് ചെയ്യുന്നുണ്ട്, ആകാശലോകത്തുള്ള സർവ്വചരാചരങ്ങളും സുജൂദ് ചെയ്യുന്നുണ്ട്, ഭൂമിയിലെ സർവ്വചരാചരങ്ങളും അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹു പറയുകയാ, ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദൂ. നമ്മൾ അല്ലാഹുവിനെ സുജൂദ് ചെയ്യണേ, നമ്മൾ അല്ലാഹുവിനെ സുജൂദ് ചെയ്യണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ ഇവിടെ നിന്ന് പരിചയപ്പെടുത്തുമ്പോ എല്ലാവരും സുജൂദ് ചെയ്യുന്നവരാണ്. ഓരോ ദിവസവും പടച്ചവനെ നമസ്കരിക്കുന്ന സമയത്ത് 5 നേരം നിസ്കരിക്കുമല്ലോ, അതിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കരിക്കുമല്ലോ. അതുപോലെ ദുആ നിസ്കരിക്കുന്നവർ, തഹജ്ജുദ് നിസ്കരിക്കുന്നവർ, തസ്ബീഹ് നിസ്കരിക്കുന്നവർ, പടച്ചവനെ ഒരുപാട് നിസ്കാരങ്ങൾ ഞാനും നിങ്ങളും നിസ്കരിക്കുമല്ലോ. എല്ലാവരും സുജൂദ് ചെയ്യുന്നുണ്ട്, എല്ലാവരും സുജൂദ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു
പ്രതിഫലം എന്താണെന്ന് അറിയുമോ സഹോദരാ? സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഈ പ്രതിഫലം പഠിച്ചിട്ട് വേണം നീ സുജൂദ് ചെയ്യാൻ. ഇന്നുവരെ ചെയ്തതുപോലെയല്ല, ഇന്നുവരെ ചെയ്തതുപോലെയല്ല. പച്ചവനെ നാളെ സുബഹിക്ക് മാണിക്കൂത്ത് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനന്നൗം, രാവിലെ സുബഹിക്ക് ബാങ്ക് വിളിക്കുമല്ലോ, പള്ളിയിലേക്ക് കടന്നു വരുമല്ലോ, നിങ്ങളെ വീട്ടിൽ നമസ്കരിക്കുമല്ലോ. പടച്ചവനെ നമസ്കരിക്കുന്ന സമയത്ത് ഇന്നുവരെ സുജൂദ് ചെയ്തതുപോലെയല്ല. ഒരാൾ സുജൂദ് ചെയ്താൽ മുന്നിൽ ആരെങ്കിലും സുജൂദ് ചെയ്താൽ ആ സുജൂദ് ചെയ്യുന്നവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. ഒരാൾ സുജൂദ് ചെയ്താൽ അല്ലാഹു അവന് 10 പ്രതിഫലം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടുന്ന പറയുകയാണ്, സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിടുന്ന പറയുകയാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റഹ്മാഉ ബൈനഹും തറാഹും റുക്അൻ സുജദൻ യബ്തഗൂന ഫളൻ മിനല്ലാഹി വരിദ്വാനാ സീമാഹും ഫീ വുജൂഹിഹിം മിൻ നസരി സുജൂദ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിടുന്ന പറയുകയാണ്, പടച്ചവനെ സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? സീമാഹും ഫീ വുജൂഹിഹിം മിൻ നസരി സുജൂദ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിടുന്ന പറയുകയാ, സുജൂദിന്റെ അടയാളമുണ്ടല്ലോ, സുജൂദിന്റെ അടയാളമുണ്ടല്ലോ. അല്ലാഹു അവന്റെ മുഖത്ത് കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, സീമാഹും ഫീ വുജൂഹിഹിം മിൻ നസരി സുജൂദ്. സുജൂദിന്റെ അടയാളം ഒരു മനുഷ്യന്റെ മുഖത്ത് കാണാമല്ലോ. 5 നേരം നിസ്കരിച്ചുകൊണ്ട് പടച്ച റബ്ബിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയാൽ പടച്ചവനെ സുജൂദിന്റെ അടയാളം കാണുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിടുന്ന പറയുമ്പോ പാപമാര് ചിന്തിക്കുന്ന ഉസ്താദേ, ഞാൻ ഒരുപാട് കാലം കൊണ്ട് നിസ്കരിക്കുകയാണ്, എന്റെ മുഖത്ത് തടമ്പില്ലല്ലോ, എന്റെ മുഖത്ത് എന്റെ നെറ്റിത്തടത്തിൽ തടമ്പില്ലല്ലോ. പടച്ചവനെ അതല്ലടോ സുജൂദിന്റെ അടയാളം. സുജൂദിന്റെ അടയാളം എന്ന് പറഞ്ഞ പടച്ചവനെ ഈമാനിന്റെ ഒരു പ്രകാശമുണ്ടല്ലോ, ഈമാനിന്റെ ഒരു വെളിച്ചമുണ്ടല്ലോ. ചിലരുടെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാ ചെറുപ്പക്കാരാ, അവരെ കാണുമ്പോ തന്നെ അറിയാ. ചിലരുടെ മുഖത്ത് നോക്കിയാൽ വല്ലാത്ത ഒരു പ്രകാശമാണ്, ഈമാനിന്റെ ഒരു ചൈതന്യമുണ്ടല്ലോ. പടച്ചവനെ അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, സുബഹി നമസ്കരിക്കാത്തവനെ കണ്ടാൽ തന്നെ തിരിച്ചറിയാം. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സുബഹി നമസ്കരിക്കാത്തവന്റെ മുഖത്ത് നിന്ന് ഈമാനിന്റെ പ്രകാശം അല്ലാഹു നഷ്ടപ്പെടുത്തി കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നമസ്കരിച്ച ഒരു ദിവസം നീ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്റെ മുഖമൊന്ന് നോക്ക്, ഒരു വല്ലാത്ത പ്രകാശമാണ്. കാണുന്നവരൊക്കെ ചോദിക്കുന്നു, എന്തേ ഗ്ലാമർ കൂടിയിട്ടുണ്ടോ, എന്തേ വല്ലാത്ത ഒരു പ്രകാശമാണല്ലോ, വല്ലാത്ത ഒരു സന്തോഷമാണല്ലോ. പക്ഷേ സുബഹി നമസ്കരിക്കാത്ത ദിവസം ഒരാളുടെ മുഖത്തൊരു പ്രകാശം കാണില്ല, ഈമാനിന്റെ ഒരു പ്രകാശം അവന്റെ മുഖത്തുണ്ടാകില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിടുന്ന പറയുകയാ, സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അവന്റെ മുഖത്ത് അല്ലാഹു പ്രകാശം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ചിലരെ കാണുമ്പോ അറിയാതെ എഴുന്നേൽക്കുമല്ലോ, പള്ളിയിലേക്ക്
നിസ്കരിക്കാൻ വരുമ്പോ ചില ഹാജിയാക്കന്മാരെ കാണുമ്പോ ചില വാപ്പമാരെ കാണുമ്പോ കയ്യിൽ പിടിച്ചിട്ട് പറയും ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ. അതാ ഒരു സദസ്സിൽ ഇങ്ങനെ ഒരു ഹാജിയാര് കടന്നു വരുമ്പോ അറിയാതെ നമ്മളിൽ പലരും എഴുന്നേറ്റ് പോകുന്നില്ല, അവരെ ബഹുമാനിക്കുന്നില്ല, അവരെ ആദരിക്കുന്നില്ല. എങ്കിലും പടച്ചവനെ ജനങ്ങളെന്നെ ആദരിക്കണം ബഹുമാനിക്കണമെന്ന് പറഞ്ഞു നടക്കുന്ന പലരെയും പലരെ അവിടെ നിന്ന് ബഹുമാനിക്കാറില്ല, അവിടെ നിന്ന് ആദരിക്കാറില്ല. പടച്ചവനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നറിയുമോ? അല്ലാഹു അവർക്ക് കൊടുക്കുന്ന ഒരു സ്ഥാനമാ, അത് പടച്ചറപ്പ് അവർക്ക് കൊടുക്കുന്ന ഒരു പദവിയാ. അത് എല്ലാവർക്കും കിട്ടുന്നതല്ല, അത് പണം കൊടുത്ത് വാങ്ങിയതല്ല, ആളെ കൂട്ടി വാങ്ങിയതല്ല, കുടുംബം ഹിമ കൊണ്ട് നേടിയതല്ല. അത് പടച്ചറപ്പിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ട്, അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ട് ആ സുജൂദിൽ കിടന്നപ്പോ അതിന് പകരമായിട്ട് അല്ലാഹു കൊടുത്ത ഒരു അടയാളമാണ്. പടച്ചവനെ അവരുടെ മുഖത്ത് കാണുന്ന ഒരു ചൈതന്യമുണ്ടല്ലോ, അവരുടെ മുഖത്ത് കാണുന്ന ഈമാനിന്റെ ഒരു വെളിച്ചമുണ്ടല്ലോ, അവരുടെ മുഖത്ത് കാണുന്ന ഒരു ഐശ്വര്യമുണ്ടല്ലോ, അത് സുജൂദ് ചെയ്തതിന് പടച്ചറപ്പ് കൊടുത്തതാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുകയാ. ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു അവരുടെ മുഖത്ത് അടയാളം കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അത് ദുനിയാവിന് മാത്രമല്ലല്ലോ, അത് ദുനിയാവിന് മാത്രമല്ലല്ലോ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഉമ്മതി യൗമൽ ഖിയാമത്തി മിന സുജൂദ്. നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ വിധങ്ങളെ പറയുകയാ, സുജൂദ് ചെയ്ത മനുഷ്യ നിന്റെ മുഖം പ്രകാശിക്കുകയാ. അല്ലാഹുവിന്റെ മുമ്പിൽ താഴ്ത്തിയ നിന്റെ തലയുണ്ടല്ലോ, നിന്റെ നെറ്റിത്തടമുണ്ടല്ലോ, ആ മുഖം പ്രകാശിക്കുന്ന രീതിയിലാണ് പരലോകത്തേക്ക് പടച്ചറപ്പ് നിന്നെ കൊണ്ടുവരുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ പടച്ചവനെ രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവേ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, സുജൂദ് ചെയ്താൽ ഒരു മനുഷ്യന് കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? എല്ലാരും പടച്ചവനെ പറയുന്ന ഉസ്താദേ ഞാൻ ദുആ ചെയ്യുന്നുണ്ട്, ഞാൻ എന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കടങ്ങളും രോഗങ്ങളുമല്ല ഞാൻ പടച്ചറപ്പിനോട് ദുആ ചെയ്യുന്ന ഉസ്താദേ, അല്ലാഹു എന്റെ ദുആയ്ക്ക് ഉത്തരം തരുന്നില്ലല്ലോ, എന്റെ പ്രയാസം മാറുന്നില്ലല്ലോ, എന്റെ ദുഃഖം മാറുന്നില്ലല്ലോ, എന്റെ രോഗം മാറുന്നില്ലല്ലോ, എന്റെ കച്ചവടത്തിൽ ബറക്കത്ത് വരുന്നില്ലല്ലോ, എനിക്ക് സ്വന്തമായിട്ടൊരു വീട് കിട്ടുന്നില്ലല്ലോ, എനിക്ക് വർഷങ്ങളായിട്ട് മക്കളില്ലല്ലോ, പടച്ചവനെ എനിക്കൊരു നല്ല ജീവിതമില്ലല്ലോ, പരാതി പറയുന്ന മുസ്ലിമേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ആ പടച്ചറപ്പിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയമേതാ? ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയമേതെന്നറിയോ? അല്ലാഹു പറയുകയാ, കല്ലാ ലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം അത് സുജൂദിൽ കിടക്കുന്ന സമയമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. കിടക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ അടുപ്പത്തിലാകുന്നത്. അല്ലാഹുവിനോട് അടുക്കുന്ന സമയമാണോ സുജൂദ് ചെയ്യുന്ന സമയം? അതുകൊണ്ടാണ് പടച്ചവൻ പറഞ്ഞത്, എന്റെ മുമ്പിലല്ലാതെ ലോകത്തൊരാളുടെ മുമ്പിൽ നിങ്ങൾ സുജൂദ് ചെയ്യാൻ പാടില്ല. അല്ലാഹുവിന്റെ
അല്ലാഹുവിന്റെ മുമ്പിൽ മാത്രമേ സുജൂദ് ചെയ്യാവൂ. ആ സുജൂദിൽ കിടക്കുന്ന സമയത്താണ് ഒരാൾ അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് ദുആഇനെ വർദ്ധിപ്പിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ ജീവിതത്തിലെ പ്രയാസങ്ങളെ കുറിച്ച്, ദുരിതങ്ങളെ കുറിച്ച് സങ്കടം പറയുന്നവര് ഇന്നുവരെ നീ സുജൂദിൽ കിടന്ന് ദുആ ചെയ്തിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്നാൽ സുജൂദ് ചെയ്യുന്നവന്റെ അവസ്ഥ എന്തെന്നറിയുമോ? കാക്ക കുത്തുന്നത് പോലെ കുത്തിയിട്ട് ഓടുകയാ. സമാധാനത്തോടുകൂടി പടച്ചവനെ ഒന്ന് സുജൂദ് ചെയ്യുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്ന് സമാധാനത്തോടുകൂടി സുജൂദ് ചെയ്യാൻ നിനക്ക് കഴിയുന്നില്ലല്ലോ. ചെറുപ്പക്കാരാ, ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ സുജൂദ് ചെയ്തിട്ട് കരയണോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സുജൂദിൽ കിടന്ന് ദുആ ചെയ്യണേ. ജീവിതത്തിൽ കടം മാറാത്തവർ, രോഗം മാറാത്തവർ, പ്രയാസം മാറാത്തവർ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളൊന്ന് സുജൂദ് ചെയ്തിട്ട് ആ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യണോ? പരിശുദ്ധമായ ഹറമിൽ ഞാൻ ഉംറയ്ക്ക് പോയി. കഅബാലയത്തിൽ ചെന്ന് ഉംറയുടെ തവാഫ് കഴിഞ്ഞു. മഖാം ഇബ്രാഹിമിന്റെ മുമ്പിൽ നിന്ന് ഞാൻ നിസ്കരിക്കുമ്പോൾ ഒരു വാപ്പ സുജൂദിൽ കിടന്ന് കരയുകയാ. ഒരു വാപ്പ സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. പടച്ചവനെ അത്ഭുതമാവുകയാണ്. ആ വാപ്പ ഇങ്ങനെ ദുആ ചെയ്യുന്നത് എന്താണ്? ഞാനും ഇങ്ങനെ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യാൻ കിടക്കുമ്പോ ആ വാപ്പ സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവോട് പറയുന്നു, അല്ലാഹ് എന്റെ പൊന്നുമകന്റെ കണ്ണുകൂടി നീയൊന്ന് മാറ്റണേ അല്ലാഹ്. എത്ര പറഞ്ഞിട്ടും എന്റെ പൊന്നുമകൻ നന്നാകുന്നില്ല പടച്ചവന്. ആരൊക്കെ ഉപദേശിച്ചിട്ടും നന്നാകുന്നില്ല പടച്ചവന്. എന്നെ ചീത്ത വിളിക്കുന്നു അല്ലാഹ്, എന്നെ തല്ലാൻ കൈവെക്കുന്നു അല്ലാഹ്. സുജൂദിൽ കിടന്ന് ദുആ ചെയ്താ സ്വീകരിക്കുമല്ലോ. ആ പിതാവ് സുജൂദിൽ കിടന്ന മഖാം ഇബ്രാഹിമിന്റെ മുറ്റത്ത് നിന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, എന്റെ മകനെ നീ ഒന്ന് നന്നാക്കണേ പടച്ചവനെ. ആ ഉപ്പ എഴുന്നേറ്റു. ആ ഉപ്പ ഇവിടെ നിന്ന് എഴുന്നേറ്റു. ഞാൻ ഇവിടെ നിന്ന് കയ്യിൽ പിടിച്ചു പരിചയപ്പെട്ടു. ആ സമയത്ത് ആ ഉപ്പ പറയുന്നു, ഉസ്താദേ, സുജൂദിൽ കിടന്നിട്ട് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ വെയിലത്ത് ഇവിടെ കിടന്ന് സുജൂദിൽ കിടന്ന് ദുആ ചെയ്യുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിന്റെ ജീവിതത്തിലെ പ്രയാസം മാറണോ? നിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറണോ? ഒരിക്കലെങ്കിലും നീ ഒന്ന് സുജൂദിലേക്ക് വീട്. എല്ലാ അവയവങ്ങളും സുജൂദിൽ 7 അവയവമാണല്ലോ. ഈ അവയവങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നീ താഴ്ത്തിയങ്ങ് വെച്ചിട്ട് ആ സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവോട് പറ, ആയഖൂലുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദാ. അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം സുജൂദിന്റെ വേളയാ. അതുകൊണ്ട് ദുആ ചെയ്താ സ്വീകരിക്കണമെന്ന് ആഗ്രഹമുള്ളവരോട് നിങ്ങളോട് പറയുകയാ, നിങ്ങൾ സുജൂദ് ചെയ്യണോ? ആ സുജൂദിന്റെ വേളയിലാണ് ദുആ ചെയ്യേണ്ടത്. അഹങ്കാരമില്ലല്ലോ, നിനക്ക് താഴ്മയാണല്ലോ, നീ അല്ലാഹുവിന്റെ അടിമയാണല്ലോ, ആരും കാണുന്നു എന്നുള്ള ചിന്തയില്ലല്ലോ. എല്ലാം കടന്നുകൊണ്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ നീ എന്റെ റബ്ബും ഞാൻ നിന്റെ അടിമയുമാണെന്ന് പടച്ചവനോട് പറഞ്ഞുകൊണ്ട് സുജൂദിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്താ അവന്റെ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോൾ ജീവിതത്തിലെ പ്രയാസം പറയുന്ന വാപ്പ, കച്ചവടത്തിൽ അഭിവൃദ്ധി വേണോ? നിന്റെ രോഗം മാറണോ? നിന്റെ കടം മാറണോ? കല്യാണം കഴിഞ്ഞ് കൊല്ലങ്ങളായി മക്കളില്ലാതെ സങ്കടപ്പെടുന്ന മാണിക്കൂത്തിന്റെ പരിസരത്തുള്ള പെങ്ങള് അതിരാത്രി എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിച്ചിട്ട് പടച്ചറപ്പിന്റെ മുന്നിൽ ലൈറ്റ് അണച്ചിട്ട് നിസ്കാരപ്പായിൽ സുജൂദിൽ കിടന്നിട്ട് കരഞ്ഞുകൊണ്ട് പറനാഥാ, അല്ലാഹുവേ നീ എനിക്ക് മക്കളെ തരണേ അല്ലാഹ്, എന്റെ കടം മാറ്റണേ അല്ലാഹ്, എന്റെ മക്കളെ നന്നാക്കണേ അല്ലാഹ്, എനിക്ക് നല്ല ഒരു ജീവിതം തരണേ അല്ലാഹ്, എന്നെ അറുത്തു മുറിക്കല്ലേ അല്ലാഹ്,
അവന്റെ ജോലിയിൽ അഭിവൃദ്ധി തരണേ അല്ലാ. എല്ലാവിധ ശർറ മുസീബത്തുകളും മാറ്റണേ അല്ലാ. സുജൂദിൽ കിടന്ന് കരയടോ, സുജൂദിൽ കിടന്ന് ദുആ ചെയ്യടോ. നിന്റെ ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ